പണ്ട് ഹൈഡി എന്നൊരു കാർട്ടൂൺ കാണുമ്പോൾ വിചാരിച്ചിട്ടുണ്ട് ഇവിടെ വല്ലതും വന്ന് ജനിച്ചാൽ മതിയായിരുന്നു എന്ന്. ആ വില്ലേജിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഹലോ ഗൈസ്, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഈ ബാഗും തൂക്കി പോകുന്നത് വേറൊരു രാജ്യം കാണാനാന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? എനിക്കും ആദ്യം വലിയ വിശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ല. വന്ന് ഒരു മാസം കഴിയുമ്പോഴേക്കും ജർമ്മനിയിൽ നിന്ന് വേറൊരു രാജ്യത്തേക്ക് പോകാൻ പറ്റുന്ന അത്ര എളുപ്പമുള്ള കാര്യമൊന്നും അല്ലല്ലോ. പക്ഷേ ഇപ്പം ഞാൻ പറഞ്ഞത് സത്യമാണ്. ഞാൻ വേറൊരു രാജ്യം കാണാൻ വേണ്ടി പോവാണ്. അതും ജർമ്മനിയുടെ അടുത്ത് കിടക്കുന്ന അയൽരാജ്യമായ ഓസ്ട്രേലിയക്കാണ് പോകുന്നത്. ഓസ്ട്രേലിയ എന്ന് പറഞ്ഞപ്പോൾ തന്നെ പലർക്കും കാര്യം പിടികിട്ടിയിട്ടുണ്ടാവും ഓസ്ട്രേലിയ എന്ത് കാണാനാണ് പോകുന്നതെന്ന്. പണ്ടെവിടെ ഒരു ചെറിയ സ്റ്റോറി ബുക്കിൽ വായിച്ച് കേട്ടിട്ടുണ്ട്. ഇറ്റലി, ജർമ്മനി, ഫ്രാൻസ്, സോൾവീനിയ, സ്വിറ്റ്സർലാൻഡ്, ഓസ്ട്രേലിയ എന്നീ രാജ്യങ്ങളിലായിട്ട് പടർന്നു പന്തലിച്ച് കിടക്കുന്ന ആൽപ്സ്. അന്നത് വായിക്കുന്ന സമയത്ത് എന്നെ സംബന്ധിച്ചിടത്തോളം അത് വേറെ ഒരു കഥ മാത്രമായിരുന്നു. ലോകത്തിന്റെ ഏതോ കോണിൽ നടക്കുന്ന ഒരു കഥ. പക്ഷെ അന്നറിയില്ലായിരുന്നു ഈ ആൽപ്സ് ഒരു ദിവസം കയറേണ്ടി വരുമെന്ന്. എൻ്റെ കൂടെ വന്നിട്ടുള്ളവരെ സംബന്ധിച്ചിടത്തോളം അവർക്കിത് ഏറെ കൗതുകം നിറഞ്ഞ കുറേ കാഴ്ചകളും അപരിചിതമായ കുറേ സ്ഥലങ്ങളുമായിരുന്നു. പക്ഷെ എനിക്ക് അങ്ങനെ ആയിരുന്നില്ല. ആദ്യമായിട്ട് കാണുന്ന സ്ഥലമാണെങ്കിൽ പോലും ഇവിടെയുള്ള വീടുകളും വഴികളും എനിക്ക് മുന്നേ പരിചയമുള്ളതായിട്ടാണ് തോന്നിയത്. എൻ്റെ മനസ്സിൽ എവിടെയായിട്ടോ മറഞ്ഞു കിടന്നിരുന്ന കുറേ ഓർമ്മകൾ പുറത്ത് ചാടിയ ഒരു ഫീലായിരുന്നു. എനിക്കിത് കുറച്ചും കൂടെ നന്നായി റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു ഈ സ്ഥലവും ആൾക്കാരെയും. ഒരുപക്ഷെ എന്നിലെ 8 വയസ്സുകാരി കണ്ട കാർട്ടൂണിലെ സ്ഥലവും ജീവിത രീതികളും ജീവിതവും എല്ലാം യാഥാർത്ഥ്യമായതായിരിക്കാം. പണ്ട് ഹൈഡി എന്ന കാർട്ടൂൺ കാണുന്ന സമയത്ത് വിചാരിച്ചിട്ടുണ്ട് ഇതേപോലുള്ള സ്ഥലം ലോകത്ത് എവിടെയെങ്കിലും ഉണ്ടാവുമോ, ഇതേപോലെ ജീവിതം ജീവിച്ചു തീർക്കുന്ന മനുഷ്യരെവിടെയെങ്കിലും ഉണ്ടാവുമോ എന്ന്. പക്ഷെ ലോകത്തിന്റെ ഏതോ ഒരു കോണിൽ ഇതേപോലുള്ളൊരു സ്ഥലം ഉണ്ടെന്നും ഇതേപോലെ ജീവിതം ജീവിച്ചു തീർക്കുന്ന കുറേ മനുഷ്യരുണ്ടെന്നും അറിഞ്ഞപ്പോൾ ആദ്യം അതെനിക്ക് വിശ്വസിക്കാൻ ഒരുപാട് പ്രയാസമായിരുന്നു. നോട്ട്ബുക്കിൻ്റെ ബാക്ക് സൈഡിൽ കൊടുത്തിരിക്കുന്ന ഏതൊക്കെയോ കുറേ രാജ്യങ്ങളുടെ ചിത്രങ്ങളും കമ്പ്യൂട്ടർ ലാബിലെ കമ്പ്യൂട്ടറിൻ്റെ വാൾപേപ്പറിൽ കാണുന്ന കുറേ മനോഹരമായ ചിത്രങ്ങളൊക്കെ ഇന്നതെല്ലാം ഞാൻ നേരിട്ട് കണ്ടറിഞ്ഞ് ആസ്വദിക്കുമ്പോൾ കിട്ടുന്നൊരു സന്തോഷം ഉണ്ടല്ലോ, അതെനിക്ക് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ആൽപ്പൻലീബെ ചോക്ലേറ്റ് ഇല്ലേ, അത് കുറേ പ്രാവശ്യം കഴിച്ചിട്ടുണ്ടെങ്കിൽ പോലും അതിലുള്ള ആൽപ്പ എന്താണെന്നും ലീബ എന്താണെന്നും അറിയാൻ വേണ്ടിയിട്ട് ജർമ്മൻ പഠിക്കേണ്ട അവസ്ഥയായി. അങ്ങനെ ഇപ്പം മനസ്സിലായിരിക്കുന്നു എന്താണ് ആൽപ്പൻലീബെ ചോക്ലേറ്റ് എന്ന്. എന്തായാലും ഈ ഓസ്ട്രിയ എന്ന ചെറിയ രാജ്യം എനിക്ക് സമ്മാനിച്ചത് എൻ്റെ മനസ്സിൽ എവിടെ ഉണ്ടായിരുന്ന കുറേ നല്ല ഓർമ്മകളെ വീണ്ടും ഒന്നുകൂടെ ഓർമ്മിച്ചെടുക്കാനുള്ള ഒരു അവസരമായിരുന്നു. അങ്ങനെ എൻ്റെ യൂറോപ്യൻ യാത്രകളിൽ നല്ല കുറേ ഓർമ്മകളായിട്ട് ഓസ്ട്രിയ എന്നൊരു രാജ്യം കൂടെ കടന്നു കഴിഞ്ഞു. വീണ്ടും ഇങ്ങോട്ട് വരാനുള്ള ഒരു അവസരം കിട്ടുമെന്ന പ്രതീക്ഷയോടെയാണ് ഞാൻ ഇവിടം വിട്ട് ഇറങ്ങുന്നത്. ഒരു കാര്യം എനിക്ക് ഉറപ്പാ, ഒരിക്കലും എൻ്റെ കണ്ണിന് പകർത്തിയെടുക്കാൻ കഴിയുന്നതിൽ അത്രയും എൻ്റെ ഫോണിന് കഴിയില്ല എന്ന്. എങ്കിലും ഞാൻ മാക്സിമം വീഡിയോസും പകർത്തിയെടുക്കാൻ നോക്കിയിട്ടുണ്ട്. അതിവിടെ ആഡും ചെയ്തിട്ടുണ്ട്. ഇതുപോലുള്ള വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.